നമസ്കാരം. ഇറാന്റെ യുദ്ധവിമാനങ്ങൾ ഗൾഫ് മേഖലയെ ചുടുകാടാക്കി. ഇറാനോട് ഏറ്റുമുട്ടുവാൻ ഭയന്ന ഗൾഫ് രാജ്യങ്ങൾ. യുഎസും ഇസ്രായേലും തുടങ്ങിവെച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ കനത്ത തോതിൽ പ്രത്യാക്രമണം നടത്തിവരുന്ന ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആലോചനയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇറാന്റെ യുദ്ധവിമാനങ്ങൾ അത്തരത്തിൽ ഗൾഫ് മേഖലയെ, സൗദി അടക്കമുള്ള രാജ്യത്തെ ചുടുകാടാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ബോംബ് വർഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സൈനിക നടപടിക്ക് മുതിരുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി നൽകുന്നതും മാത്രമല്ല, മേഖലയെ ശക്തമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അത് വലിച്ചുവെക്കലാകുമെന്ന് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ കരുതുന്നത്. കാരണം ഇറാനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടി എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ മേഖലയെ ഇപ്പോൾ തന്നെ കൂടുതൽ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും ഗൾഫ് സഖ്യകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് സൗദി ഭരണകൂടം തന്നെ കർശനമായിട്ട് നിർദ്ദേശം നൽകിയതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇപ്പൊ ഇറാനില് യുഎസും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളുടെ വ്യാപ്തിയിലും ഒപ്പം തന്നെ ഈ റമദാന് തന്നെ അതിനെ തെരഞ്ഞെടുത്തതിലുമൊക്കെ സൗദി ഭരണകൂടം വല്ലാതെ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഖമേനിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമെന്ന് ഗൾഫ് നേതാക്കൾ കരുതിയിരുന്നില്ല. സത്യത്തിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിച്ച് സമാധാന സന്ദേശമൊക്കെ കൈമാറിയതായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ തീവ്രതയിലുള്ളതാണ് എന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു വിലയിരുത്തൽ എപ്പോഴുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി തീവ്രത കുറഞ്ഞിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. പക്ഷേ ഇനിയും അവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അവരുടെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് യുഎസിന്റെ സൈനിക താവളങ്ങളിൽ മാത്രമല്ല, ഈ പറയുന്ന ബഹ്റിലും, കുവൈറ്റിലും, ഖത്തറിലും, UAE-യിലും, സൗദിയിലും അടക്കമുള്ള രാജ്യങ്ങളിൽ നേരിട്ട് രാജ്യങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ എത്തിച്ചേരുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഗൾഫ് മേഖലകൾ. അതുകൊണ്ടാണ് ഇറാനെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷയിലും കുറഞ്ഞ തീവ്രതയിലുള്ളതാണ് എന്ന് പറയുമ്പോഴും പക്ഷെ പ്രകോപനപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചാൽ നേരിടാൻ പോകുന്നത് വലിയ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ ചുടുകാടാക്കുന്ന തരത്തിലേക്കുള്ള ബോംബ് വർഷമായിരിക്കും നടത്താൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ, ഇടപെടലുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഇപ്പോൾ സൗദി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഫൈസൽ ബിൻ ഫർഹാൻ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ GCC വിദേശകാര്യമന്ത്രിമാരുടെയൊക്കെ യോഗത്തിൽ ഇവരെല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ വലിയ പിന്തുണ കൊടുക്കുകയോ, അതായത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇറാനെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കണ്ട. ഗൾഫ് സഹകരണ മേഖലകളിലുള്ള കൗൺസിൽ എന്ന് പറയപ്പെടുന്നതാണ് ഈ GCC എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളെ ഒരൊറ്റ വിദേശ നയ നിലപാട് സ്വീകരിക്കണമെന്ന് യോഗത്തിൽ സൗദി തന്നെ കർശനമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ആർക്കും കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കെതിരെയെങ്കിലും പ്രകോപനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്ന്. കാരണം സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും സൗദി കിരീടാവകാശിയും ഒപ്പം തന്നെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള ചർച്ച രാഷ്ട്രീയ നിരീക്ഷകർ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ്. യമൻ, സുദാൻ വിഷയങ്ങളിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നിലവിലെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് അത് കണക്കിലെടുത്തുകൊണ്ട് ഇരു നേതാക്കളും വലിയ ആശയവിനിമയം നടത്തിയത് മേഖലയിൽ രൂപപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം എന്ന് പറയപ്പെടുന്നത് വളരെ വ്യക്തമാക്കുന്നതാണ്. ഇനി യുദ്ധത്തിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യം ഭാഗമായാൽ അത് യമനിലെ ഹൂതി വിമതരെ പ്രകോപിപ്പിക്കുമെന്നുള്ള ആശങ്ക അത് സൗദിക്കടക്കം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ വീണ്ടും ആക്രമണം ആരംഭിച്ചാൽ അത് മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും. അത് വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇറാനെതിരായിട്ടുള്ള ഈ മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സംവിധാനം, അപ്പൊ സൗദി മാറി നിൽക്കുന്നു എന്ന് ഹൂതികൾക്ക് തോന്നിയാൽ അവർ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കരുതുകയാണ് സൗദി. ഇല്ലെങ്കിൽ ഹൂതികളുടെ ആക്രമണം കൂടി നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും യമൻ, ലെബനിൽ നിന്നൊക്കെ. അപ്പൊ ദുബായിലെ ഈ ഫെയർമോണ്ട് ഹോട്ടൽ മാത്രമല്ല ജബൽ അലി പോർട്ട് എന്നിവയുടെ ഉൾപ്പെടെ VVIPകൾ ഉപയോഗിക്കാനുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ അടുത്ത നിമിഷം ഈ ഫെയർമോൺ ഹോട്ടലും ജബലി അലി പോർട്ട് പോലുള്ള വലിയ വലിയ VIP ഹോട്ടലുകൾക്ക് തകർത്ത് തരിപ്പണമാക്കാൻ ഒരു നിമിഷം മതി ഇറാൻ എന്നുള്ളത് സൗദി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ UAE നിലപാട് വളരെ പ്രധാനമാണ് ഇതിനകത്ത്. അപ്പോൾ മേഖലയിലെ ആയുധങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടല് ഇരുവിഭാഗത്തിന്റെയും വിഭവങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലും കാര്യമത്ര ഈ പറയുന്ന അവരുടെ സൈന്യത്തിന്റെ അത് ശോഷിപ്പിക്കുന്ന തരത്തിലുമൊക്കെ ഇത് ബാഹ്യശക്തികൾക്ക് മേഖലയിൽ നിയന്ത്രണം ഉറപ്പിക്കുവാനൊക്കെ ഒരു അവസരമൊരുക്കുമെന്ന് ഖത്തറിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹമദ് ബിൻ ജാസിം അൽ ഖാനി ഗൾഫ് രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്.
അപ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകാനാണ് സൗദിയുടെയും ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെയും നിലവിലെ തീരുമാനമെന്ന് പറയപ്പെടുന്നത്. സൗദിയുടെ വിഷൻ 2030 പോലെയുള്ള വികസനങ്ങൾക്ക് അല്ലെങ്കിൽ വികസന നയങ്ങൾക്ക് പിന്നാലെയാണ് മിക്ക ഗൾഫ് നാടുകളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ വ്യാവസായിക സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ യുദ്ധം വ്യാപിക്കുന്നത് കനത്ത സാമ്പത്തിക ആഘാതമാകുമെന്നുള്ള വിലയിരുത്തൽ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ചേർന്ന GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തില് ഈ ഇസ്രായേലിനെതിരെ രോഷം അണപൊട്ടുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. വളരെ പെട്ടെന്ന് ഇറാനെതിരെയുള്ള ഒരു ആക്രമണം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി അമേരിക്ക മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് എന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രി അടക്കം ബദ്രു അൽ ബുസൈദി തുറന്നടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കും. അപ്പൊ ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, ദയവായി ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നു പോകാതിരിക്കുക എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ഒമാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ബദ്ർ അലി ബുസൈദി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ US-നോടും അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇത് അമേരിക്കയുടെ യുദ്ധമാണോ? അല്ല, പകരം ഇത് ഇസ്രായേൽ എടുത്തിരിക്കുന്ന യുദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് ഒരിക്കലും അറുതി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗഭാക്കാകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഗൾഫ് മേഖല അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ GCC അടക്കമുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ യുദ്ധവിമാനങ്ങൾ ഗൾഫ് മേഖലയെ ചുടുകാടാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനോട് അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടാൻ ഭയന്നു നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.